ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറാണ്. 10x10 സെൻറ്റിമീറ്ററിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു വയറാണ്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വേണം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാനായിട്ട്. ഈ ബോട്ടിൽ ഈ വയറിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഇതുമേൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി പെറ്റലിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഒരു നൂല് വെച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഒരു പെറ്റൽ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ 5 പെറ്റൽസ് ആണ് ഒരു ഫ്ലവറിന് വേണ്ടത്. ഫ്ലവറിൻ്റെ നടുഭാഗം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി എടുക്കുന്നുണ്ട്. ഇനി സ്റ്റെം വയറുമ്മേൽ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളിനകത്തേക്ക് ഇതുപോലെ കുത്തി വെക്കുകയാണ്. ഇതിന് ശേഷം 5x5 സെൻറ്റിമീറ്ററിൽ മുറിച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഇതിന് മുകളിലായിട്ട് ചുറ്റി നൂല് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ പെറ്റൽസ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് നൂല് വെച്ചൊന്ന് നന്നായി ചുറ്റിക്കൊടുക്കുക. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ഡെക്കോറിനായിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പെറ്റൽസ് എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്യുക. ഇനി നമുക്കൊന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റിക്കൊടുക്കാം. ഇനി ഫ്ലവർ ബഡാണ് ചെയ്തെടുക്കുന്നത്. അത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് ചുരുട്ടുക. അതിനുശേഷം നമുക്ക് ഈ വയറുമേൽ ഗമ്മൊന്ന് വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അതിനു മുമ്പ് ഉണ്ടാക്കിയ ബോളിൽ ഞാൻ ഇത്തിരി ഫെവിക്കോള് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ബഡും റെഡി ആയിരിക്കുകയാണ്.
ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാൻ മറക്കരുത്. നാല് ഫ്ലവർ ബഡും 5 ഫ്ലവറും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് കവർ കാണുമ്പോൾ വലിച്ചെറിയരുത്. ഇതുപോലെ എന്തെങ്കിലും ഭംഗിയുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കുക. ഫ്ലവർ ബഞ്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇത്ര നേരം കണ്ടിരുന്നതിന് താങ്ക് യു.